ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വകുപ്പ് വിഭജനം അതിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് പൂർണ്ണമാവും വിജ്ഞാപനം ഇറങ്ങും. മറ്റീ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംഗതികളും 2-3 ദിവസം കൊണ്ട് കഴിയും. പക്ഷെ അവിടുത്തെ ലാർജർ ക്വസ്റ്റ്യൻ സർക്കാരിന് ഏത് നിലയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ. മാറ്റത്തിന് വേണ്ടി ഉള്ള വോട്ടാണ്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത് ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയാൻ കഴിയില്ല. അതിനപ്പുറത്ത് എന്ത് ജനങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നു? വാഗ്ദാനങ്ങളുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് കേരളത്തെ സംബന്ധിച്ച് അധികം സംഭവിക്കാത്ത കാര്യവുമാണ്. ഒരു അപൂർവമായ കാര്യമാണ്. വലിയ വലിയ ഉത്തരവാദിത്വം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സർക്കാർ പറഞ്ഞ വാക്കുകൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതിലായിരിക്കില്ലേ ഈ സർക്കാർ ജഡ്ജ് ചെയ്യപ്പെടുക? നിശ്ചയമായിട്ടും ഹരിദാസ് ശ്രമിക്കണം. അഭിലാഷ് ഇതുവരെ പറഞ്ഞ ചർച്ചയിൽ കൊണ്ടുവന്ന ഇഷ്യൂസിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. പുതിയ ഗവൺമെൻറ് വരുമ്പോഴും പഴയതിൻ്റെ തുടർച്ചയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തീർച്ചയായിട്ടും നയപരമായ വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും കാണും. ഇത്തവണ അത് കുറച്ചുകൂടി പ്രകടമാണ്. കാരണം ഒന്ന്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. രണ്ട്, ഇവിടെ നമ്മൾ വിവാദങ്ങളുണ്ടെങ്കിൽ പോലും കേരളം പരമ്പരാഗതമായി സംഭാവന ചെയ്തു എന്ന് പറയുന്ന ആരോഗ്യ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇപ്പോഴെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ചോദ്യം. 4, തീർച്ചയായിട്ടും അഴിമതിക്കെതിരെ എടുക്കുന്ന നടപടികൾ നിയമവാഴ്ച എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ള കാര്യം. 5, തൊഴിലില്ലായ്മ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം 30% തൊഴിലില്ലായ്മ ഉള്ളൊരു സംസ്ഥാനത്ത് കുട്ടികളെല്ലാം ഹയർ എഡ്യൂക്കേഷന് +2 കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന വിവാദങ്ങളും തൊഴിലവസരങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യവും ഇതിനെക്കുറിച്ച് ധവളപത്രം എന്ന് സൂചിപ്പിച്ച് അതിൻ്റെ ധവളപത്രം നടത്താനായിട്ടൊരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഉണ്ടാക്കുകയും അതിന് നടപടികൾ എടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇതെല്ലാത്തിനെയും ചുറ്റിപ്പറ്റിയിരിക്കും. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം, കേരളത്തിനകത്ത് ഭീമമായ കടമുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് അത് വളരെ പ്രകടമായിരുന്നു. ഒടുവിൽ അവസാനത്തെ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ആശുപത്രിയിൽ മരുന്നില്ല, വേണ്ടപ്പെട്ട ഡോക്ടർമാരില്ല, അതോടൊപ്പം ഉപകരണങ്ങളില്ല, രോഗികളുടെ അടുത്ത് തന്നെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിലില്ലായ്മ, കടുത്ത അഴിമതി, സാമ്പത്തിക പോരായ്മ, ഇവയെല്ലാ ഫാക്ടേഴ്സും ഒക്കെ ചേർന്നതാണ് ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് കൊടുമ്പിരിക്കൊണ്ട് 102 സീറ്റിലേക്ക് എത്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതൊരു അവസരമാക്കി മാറ്റി നേരാവണ്ണം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നാട്ടുകാർക്കും ഉണ്ടാകും. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും. ഓരോ നടപടിക്കും അതിൻ്റേതായ പ്രാധാന്യം വരും. വകുപ്പ് വിഭജനമൊക്കെ അങ്ങ് നടന്നു പോകും. അതിനപ്പുറം ഈ പ്രവർത്തനം, കാരണം കേരളം വല്ലാത്തൊരു സാഹചര്യത്തിൽ ഓരോ ഘടകമെടുത്താൽ, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച 5 കാര്യങ്ങൾ എടുത്താൽ അത് ഓരോ ഘടകത്തിലും അതിൻ്റേതായ പ്രശ്നങ്ങളും വെല്ലുവിളിയുമുണ്ട്. ഇനി താമസിയാതെ പശ്ചിമേഷ്യയിലുള്ള പ്രശ്നങ്ങൾ, കൂടുതൽ വരുമാനം നമുക്ക് അവിടെ നിന്ന് കിട്ടാതെ വരികയും ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്ര ഞെരുക്കമാകുമെന്നും പിന്നീട് അങ്ങോട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള വലിയ വെല്ലുവിളി. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയും ഉത്തരവാദിത്വങ്ങളും വളരെയേറെയുണ്ട്. അതെങ്ങനെ നടപടിയെടുക്കും? കാരണം ഇനി ഭൂരിപക്ഷത്തിൻ്റെ കുഴപ്പമില്ല, വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, ഭരിക്കാനുള്ള നടപടിയുണ്ട്, ലീഡർഷിപ്പുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും? അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻറ്റ്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന ചില കൊലാബറേറ്റീവ് പ്രോഗ്രാംസ്, അത് ചിലതൊക്കെ കഴിഞ്ഞ തവണ വളരെ വിവാദത്തിലെത്തിയ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഏത് അപ്രോച്ചാണ് എടുക്കുന്നത്? ഒരു നിഷേധാത്മക അപ്രോച്ചാണോ അതോ സഹകരണാത്മകമായ ഒരു അപ്രോച്ചാണോ? അപ്പോൾ ഫെഡറൽ ബന്ധങ്ങൾ ഇവിടെ പ്രധാനമാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചതിൻ്റെ വലിയ പ്രാധാന്യം നമ്മളിനി കാണാൻ പോകുന്ന 5 വർഷങ്ങൾ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ തുടക്കം ഈ വരും മാസങ്ങളിൽ എങ്ങനെയെന്നുള്ളതാണ് പൊതുസമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.